ഇടുക്കി മുണ്ടിയെരുമയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ട സ്ത്രീയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ആശ്വാസകരമായ വാർത്തയാണ്. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങളുമായുള്ളത്. ജെയിൻ, ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകൾ തകർന്ന് മണ്ണിടിഞ്ഞ് ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുരിതങ്ങൾക്കൊരു ശമനമുണ്ടോ? അഭിലാഷ്, തീർച്ചയായിട്ടും ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഈ പ്രദേശത്ത് കഴിഞ്ഞ രാത്രി പെയ്ത മഴ ഉണ്ടാക്കിയ നാശനഷ്ടം അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത അത്ര നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത്, ഈ ദൃശ്യങ്ങൾ കാണുന്നത് കൂട്ടാറാണ്. ഏതാണ്ട് കമ്പംമേട്ട് മുതൽ നെടുങ്കണ്ടം വരെ ഈ കൂട്ടാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ വലിയ ദുരിതം അനുഭവിക്കുന്നു. പല വീടുകളിലും ഏതാണ്ട് മേൽക്കൂര വരെ മൂടിയ അവസ്ഥയിലാണ് വെള്ളമുള്ളത്. പല കെട്ടിടത്തിൻ്റെയും ഒന്നാം നില പൂർണ്ണമായും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഈ പുഴയോട് ചേർന്നിരിക്കുന്ന വീടുകളിൽ വലിയ അളവിൽ വെള്ളം കയറി ആളുകൾ രക്ഷപ്പെട്ടത് തന്നെ അത്ഭുതകരമായിട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മുണ്ടിയെരുമയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. കൂട്ടാറിൽ ഒരു വാഹനം ഒഴുകി പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ വന്ന ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ ആളുകൾ പറയുന്നത് 5 വാഹനങ്ങൾ ഒഴുകി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ട്രാവലർ ഉണ്ട്, അതോടൊപ്പം തന്നെ ബൊലോറോ ഉണ്ട്. അങ്ങനെ നിരവധി വാഹനങ്ങൾ, 5 വാഹനങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇപ്പോൾ കൂട്ടാറിൽ നിന്നൊരു ദൃശ്യമാണ്. ആ കൂട്ടാറിൽ ആ ശക്തമായ ഒഴുക്കിനിടയിൽ ഒരു ടയർ കാണാൻ കഴിയും. നമ്മൾ തൊട്ട് മുകളിൽ നിന്നാണ് ട്രാവലർ ഒഴുകിപ്പോയത്. പക്ഷേ ട്രാവലറിൻ്റെ ടയറാണത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം വാഹനം അതിൻ്റെ അടിയിലേക്കുണ്ട് എന്നാണ് കരുതുന്നത്. മുകളിൽ ടയർ പൊങ്ങി നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അത് ട്രാവലറാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ബൊലോറോ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ട്രാവലറിൻ്റെ ഡ്രൈവർ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ ആ വാഹനമാണോ എന്ന് പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുകയാണ്. ചേട്ടാ, ആ വാഹനമാണോ? അല്ല, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അവർ ടയർ മറ്റുണ്ട്, നമുക്ക് അതുകൊണ്ട് ടയർ ഫുള്ള് കാണുമായിരുന്നു നമുക്ക് പറയാം. പിന്നെ അത്ര ഇത് കാണുന്നുണ്ട്, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ആ വാഹനമാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇറങ്ങി നോക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കാരണം വലിയ മഴവെള്ള പാച്ചിലാണ്. മഴ പൂർണ്ണമായും മാറിയിട്ടുണ്ട്. പക്ഷേ പുഴയിലെ ഒഴുക്കിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ്. പല വീടുകളും തകർന്നിട്ടുണ്ട്. ഒരു വീട് കൂട്ടാറിൽ പൂർണ്ണമായി തകർന്നിരിക്കുന്നു. നിശേഷം ഒലിച്ചു പോയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അവിടെയുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. സത്യത്തിൽ പേടിയായിരുന്നു. അത് നിർത്തിയിട്ട വാഹനങ്ങൾ, അപ്രതീക്ഷിതമായി വെള്ളപ്പാച്ചിൽ വന്ന് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒഴുകി പോവുകയാണോ ഉണ്ടായത്? എന്താണ് അവിടെ സംഭവിച്ചത്? മുകളിൽ എവിടെയെങ്കിലും ഉരുള് പൊട്ടിയിട്ടുണ്ടോ? ഇത്രയധികം വെള്ളം പെട്ടെന്ന് വരാൻ എന്താണ്? അഭിലാഷ്, ഇതുവരെ ഉരുള് പൊട്ടിയതായി നമുക്ക് വിവരം ലഭ്യമായിട്ടില്ല. റവന്യൂ വകുപ്പ് അത്തരം വിവരങ്ങളൊന്നും നൽകുന്നില്ല. പക്ഷേ അതിശക്തമായ മഴ ഇപ്പോൾ രാത്രി 12 മണി മുതൽ 3 മണി വരെ നിർത്താതെ അതിശക്തമായ മഴ ഈ മേഖലയിൽ പെയ്തു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. കൂട്ടാറിലാണ് ആ ട്രാവലർ ഒഴുകിപ്പോയത്. അവിടെ SBIയുടെ ബാങ്കിൻ്റെ സമീപത്താണ് ഈ വാഹനം നിർത്തിയിട്ടിരുന്നത്. സ്ഥിരം അവിടെ വാഹനം അവിടെയാണ് പാർക്ക് ചെയ്യാറുള്ളത്. കാരണം അവിടെ ബാങ്കിൻ്റെ CCTV ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സുരക്ഷിതമായൊരു സ്ഥലം എന്ന് കരുതിയാണ് ഡ്രൈവർ ആ വാഹനം അവിടെ പാർക്ക് ചെയ്തിരുന്നത്. രാത്രി വലിയ രീതിയിൽ മഴവെള്ളപ്പാച്ചിലുണ്ടായപ്പോൾ ഡ്രൈവറെ പ്രദേശവാസികളൊക്കെ വിളിച്ചറിയിച്ചിരുന്നു. അപ്പോൾ ആ ഡ്രൈവർ അതോടൊപ്പം തന്നെ നാട്ടുകാരും എത്തി ആ വാഹനം അടുത്തേക്ക് പോകാൻ കഴിയില്ല. പിന്നെ കയറൊക്കെ ഇട്ട് സമീപത്തെ മരത്തേലും മറ്റും കെട്ടിയിടുകയായിരുന്നു. പക്ഷേ അതിനുശേഷം പെയ്ത മഴ അത് ശക്തമായ നീരൊഴുക്കുണ്ടായി. 6 മണിയോടുകൂടി ഈ കെട്ടിയിരുന്ന കയറൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഈ വാഹനം ആ അന്യാർതൊളുവിലേക്ക് പോകുന്ന പാലത്തിലൂടെ ഒഴുകി താഴേക്ക് പതിക്കുകയായിരുന്നു. ആ പുഴയുടെ അതിനുശേഷമുള്ള ഭാഗം എന്ന് പറയുന്നത് നിരവധി വലിയ പാറക്കല്ലുകളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്, പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതിലേക്ക് വന്നിടിച്ചാണ് ഈ വാഹനം താഴേക്ക് പോന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം എത്രത്തോളം പൂർണ്ണമായും തിരിച്ചു കിട്ടും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. വാഹനം ഒരുപക്ഷെ പൂർണ്ണമായും തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെപ്പോലെ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് നിരവധി വാഹനങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്. 5 വാഹനങ്ങൾ പൂർണ്ണമായും ഇത്തരത്തിൽ ഒഴുകിപ്പോയി എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ട്രാവലറിൻ്റെ ടയറാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാനും കഴിയില്ല. കാരണം വലിയ മഴവെള്ളപ്പാച്ചിലാണ്. അതോടൊപ്പം തന്നെ വെള്ളം കുത്തിക്കലങ്ങിയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു പുറംഭാഗം
പുറത്ത് കാണുന്നില്ല. ഈ ടയർ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഈ വാഹനത്തിന്റെ ടയർ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇന്ന വാഹനമാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഒരേ വലുപ്പമുള്ള പല ടയറുകളുള്ള മറ്റു വാഹനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരണം. അഭിലാഷ്.